ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരം പറഞ്ഞാൽ അതിമനോഹരമായി അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്കായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റാണ് ദൃശ്യം 2. ദൃശ്യം 2 നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് തിയേറ്ററിൽ പോയി ചെന്ന് കാണാമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും പറ്റില്ല ഇതിന്. കാരണം അന്ന് കോവിഡ് കാരണം ദൃശ്യം 2 ഒ ടി ടിയിൽ ഇറക്കേണ്ട വന്നു. പക്ഷേ ഒ ടി ടിയിൽ ഇറക്കിയാൽ ആ സിനിമയുടെ ആ ഒരു വിഷ്വലും ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി. പക്ഷേ ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സിനിമയാണ് ദൃശ്യം 2. പക്ഷേ എന്തോ നടന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു റിലീസ് പറഞ്ഞൊരു പ്രതിഭാസം ഇപ്പോൾ നടന്നു വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചാൻസും കൂടി കിട്ടാൻ പോവുകയാണ് ഗൈസ്. ഈ വരുന്ന ഏപ്രിൽ 10 നമ്മുടെ ദൃശ്യം 2 തിയേറ്ററിൽ വരികയാണ്. എന്തായാലും ആ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, നമ്മുടെ ദൃശ്യം 2യുടെ മിസ്സിങ്, നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിച്ച തിയേറ്റർ എക്സ്പീരിയൻസും കാണാൻ, കാരണം അത്രയും അറ്റ്മോസ് സൗണ്ടും ലേസർ വിഷ്വലൈസേഷൻ അങ്ങനെ ഒരുപാട് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ മുന്നിൽ നിന്ന് ആ ഒരു സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒന്നും നമുക്ക് കോവിഡ് കാരണം പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അവരതിന് ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു വിഷമം നികത്താനായിട്ട് ഏപ്രിൽ 10 ഈ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതെന്തിനാണ് ഈ സിനിമയുടെ റിലീസ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വന്തം പിന്നെ നമ്മുടെ ദൃശ്യം 3 വരും. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ ഇതിൻ്റെ സിനിമയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഭയങ്കര കാൽക്കുലേഷനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമയുടെ എന്താ പറയുക രണ്ടാമത്തെ ഭാഗം എവിടെ നിന്നാണ് നിർത്തി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ സിനിമ എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ദൃശ്യം 3 കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ പിടിച്ച് കുലുക്കാൻ പോകുന്ന നമ്മുടെ മനസ്സ് മാത്രമല്ല ഉടനീളം നമ്മുടെ ശരീരം മൊത്തം വൈബ്രൻ്റ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഗൈസ്, നമ്മളെ ഒരുപാട് കാലം ആഗ്രഹിച്ച സിനിമയാണ് ദൃശ്യം 2 ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും മനോഹരമായ സിനിമ നമുക്ക് എന്തുകൊണ്ട് തിയേറ്ററിക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വലിയൊരു മോശപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു എടുക്കേണ്ട 2-3 സിനിമ എൻ്റെ ലിസ്റ്റിലുണ്ട്. കാരണം എനിക്ക് ദൃശ്യം 2 ഉണ്ടായിരുന്നു, പിന്നെ പുഴു എന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ മിന്നൽ മുരളി എന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു സിനിമയെല്ലാം തന്നെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുള്ള സിനിമയാണ്. പിന്നെ ജോജി, ഇതൊക്കെ തിയേറ്ററിൽ ആവണം എന്നുണ്ടായിരുന്നു. കാരണം അതൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ തിയേറ്ററിൽ വരാതെ നമ്മുടെ OTT പ്ലാറ്റ്ഫോം വരികയും പക്ഷേ അത് ഗംഭീരമായ റിവ്യൂസും ക്രിട്ടിക്സ് എല്ലാം കിട്ടി. മിന്നമുറിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ ഹിറ്റായി മാറി. പിന്നെ ദൃശ്യം നല്ല ഹിറ്റായിരുന്നു, പിന്നെ പുഴു അടിപൊളി സിനിമയായിരുന്നു, പിന്നെ നമ്മുടെ ജോജിയും ഹിറ്റായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നല്ല ഒരു ഭയങ്കരമായിട്ട്, കാരണം ഒരു മലയാളി പ്രേക്ഷകർ മാത്രമല്ല തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രേക്ഷകരും ഈ സിനിമ കാണാൻ ഇടയായി. അതുകൊണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം ഒരുപാട് അതിൽ പബ്ലിസിറ്റി വരികയും അത് ഒരുപാട് നല്ല ഒരു വ്യൂവേഴ്സിലേക്ക് കൊണ്ടുവരാൻ കൂടി കഴിഞ്ഞു. OTT വന്നാലും OTT മോശം എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തം ഈ മോഹൻലാലും മമ്മൂട്ടിയും ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെയൊക്കെ സിനിമ തന്നെ ഒന്ന് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറയുന്നത് വളരെയധികം നമ്മൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു മലയാളി പറയുമ്പം ഒരു സിനിമയുടെ 2 ഭാഗങ്ങളാണ് നമ്മുടെ ഒരു മലയാള സിനിമയുടെ 2 മുഖങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത്. അതിൽ എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു പ്രതിഭാസമൊന്നും ആ ഒരു സംഭവം മാറാൻ പോകുന്നില്ല. എന്തെന്നാലും ഗൈസ്, നമ്മുടെ ജോർജ് കുട്ടിയുടെ ഈ ഒരു അതിമനോഹരമായ ഒരു ക്ലാസിക്കൽ ക്രിമിനൽ എൻ്റെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ജോർജ് കുട്ടി എങ്ങനെയാണ് ആ അതിശയിപ്പിച്ചിട്ടുള്ള ക്ലൈമാക്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ സിനിമ ഞാൻ തന്നെ ഒരു 10-12 വർഷം ഇതിൻ്റെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ റീൽ വരുമല്ലോ, ഓരോരോ റീലല്ല ഓരോരോ സീൻസ് വരുമല്ലോ, നല്ല ബെസ്റ്റ് സീൻസായിട്ട് ഒരു 11-12 മിനിറ്റ് വെച്ചിട്ട് അതിനെ വെച്ചിട്ട് ഈ സിനിമ ഒരു 8 വർഷം ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ് അറ്റ്മോസ് സൗണ്ടൊക്കെ വെച്ച് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മിസ്ഡാണ്. അത് മിസ് ചെയ്ത് ഇപ്പോൾ എന്തായാലും ഇതുമാതിരി ഏപ്രിൽ 10 കൂടി അതിനൊരു വിരാമം കുറിക്കും. കാരണം അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു തീരുമാനം എടുത്ത ഈ പ്രൊഡ്യൂസറും ഇല്ലെങ്കിൽ സിനിമേൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അത്രമാത്രം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയും കൂടിയാണ് ദൃശ്യം പറയുന്നത്. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം ദൃശ്യം 3 എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതെന്തായാലും അൾട്ടിമേറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ജിത്തു ജോസഫാണ്, പിന്നെ മമ്മൂട്ടിയും മോഹൻലാലാണ്. അപ്പോൾ എന്തായാലും പടം കിടക്കും. എന്തായാലും ഈ ദൃശ്യം 2യുടെ ഈ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത്ര മനോഹരമായ ഒരു അപ്ഡേറ്റ് കിട്ടി. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ്. കാരണം എനിക്ക് ക്ലാസിക്കലായ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടിൻ്റെ 1നേക്കാളും 2 നമുക്ക് ഒരുപാട് പ്രതീക്ഷ തന്നു. ആ പ്രതീക്ഷകൾ എത്രയുണ്ടെന്നോ ഒരു വാനോളം പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിന് 2 ഇരട്ടി വാനോളം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നമ്മളെ കൊണ്ട് എത്തിച്ചു ഈ സിനിമ. അത് ശരിക്കും അവസാനത്തെ ടൈൽ എൻഡിൽ വരെ എത്തുന്ന വരെയും ഈ സിനിമ നമ്മളെ അതിശയിപ്പിച്ച് പറഞ്ഞാൽ
ഒരു വാക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറയാൻ പറ്റും. കാരണം എനിക്കറിയാവുന്ന വാക്ക് അതിശയിപ്പിച്ചു തോന്നത്തേ ഉള്ളൂ. എന്നാൽ അത്രമാത്രം അമേസിങ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ക്ലാസിക്കൽ ക്രിമിനൽ അഗൈൻ ബാക്കിംഗ് ദൃശ്യം 2 എന്ന് വെച്ചാൽ തിയേറ്ററിൽ കണ്ടില്ലെന്ന് ആരും ഇനി പരാതി പറയേണ്ടെന്നാണ് പറയുന്നത്. ഈ തിയേറ്ററിൽ കണ്ടില്ലെന്ന് ആരും പരാതി പറഞ്ഞ് ഈ ദൃശ്യം 2 ആയിട്ട് ബന്ധപ്പെട്ട് ഒരാളിഞ്ഞ് എവിടെയും പോസ്റ്റ് ഇടരുത്. കാരണം അതിനുള്ളൊരു അവസരം നമ്മുടെ സ്വന്തം ഈ അണിയർ പ്രവർത്തകരെയാണ്. എന്നിരുന്നാലും നമുക്കൊരു നഷ്ടം പറയണം. ചിലപ്പോൾ അന്ന് ഇറങ്ങി ഒന്നാണെങ്കിൽ ചിലപ്പോൾ ഈ കാലത്തുണ്ടായത് എല്ലാ റെക്കോർഡുകളും അന്ന് തന്നെ ആൾ പൊളിച്ചടിക്കുന്നുണ്ടാവും. കാരണം അത്രമാത്രം ഒരു ഹിറ്റാണ് ഈ സാധനം എന്ന് പറയുന്നത്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫാമിലി നടക്കുന്ന ചെറിയൊരു സംഭവത്തിന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി അവസാനം വേനൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ ഒരു ഇല്ലേ, ആ ക്ലൈമാക്സൊക്കെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു വരേണ്ടത്. അത്ര മനോഹരമായൊരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരികയും പക്ഷേ അധികം ഒരിക്കലും തന്നെ ഒരു ഓവറായിട്ട് ഒരു സംഭവമില്ലാതെ വളരെ മനോഹരമായ സിനിമ അത് എത്തിച്ച് നമ്മൾ അതിശയിപ്പിച്ച സിനിമയും കൂടിയാണ്. ആ ഒരു വക്കീലിൻ്റെ വേഷം ചെയ്ത കുട്ടിയാണെങ്കിലും ഒക്കെ അതിന് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പരാതി, നമ്മുടെ ഈ ദൃശ്യം 2 ബന്ധപ്പെട്ട പരാതി ഏപ്രിൽ 10 വിരാമം കുറിക്കാൻ പോകുന്ന ഗൈസ്. എന്തായാലും ജോർജ് കുട്ടിയുടെ അഴിഞ്ഞാട്ടം ഒന്നുകൂടി സെക്കൻഡ് പാർട്ടിലെ കാണാൻ നമുക്കൊരാഗ്രഹമാണ്. അതെന്തായാലും എനിക്കെന്തായാലും ഫസ്റ്റ് ഡേ പോകണം. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമ കൂടിയാണ്. അന്ന് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും OTT വന്നപ്പോൾ നമ്മൾ കണ്ടു. എന്നിരുന്നാലും ആ ഒരു എക്സ്പീരിയൻസ് OTT എത്ര കണ്ടാലും എത്ര കണ്ടാലും നമുക്ക് ആ ഒരു ഫീലിങ്ങോ ഇല്ലെങ്കിൽ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ നല്ല ലോ തന്നെയാണ്. എൻ്റെ ഇപ്പോൾ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ലോ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ആ ഒരു വലിയ സ്ക്രീനും വലിയ സൗണ്ട് സിസ്റ്റവും വലിയ ഫ്രെയിംസും അത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു എക്സ്പീരിയൻസ് വരുന്നത് വളരെ വലുതാണ്. അപ്പോൾ അത് മിസ് ചെയ്ത് എന്തായാലും ഈ ഏപ്രിൽ 10 കൂടി വിരാമം കുറിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു ദിവസം കാണണമെന്ന് ആഗ്രഹിച്ച കാര്യം എന്താ, നമ്മുടെ സ്വപ്നം വീണ്ടും സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എന്തായാലും താങ്ക് യു ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ. കാരണം ഈ ഒരു സിനിമ അത്രമാത്രം ഡിസേബിളാണ്. ഇത് ഇപ്പോൾ ഈ പറയുന്ന ദൃശ്യമാണെങ്കിലും പുഴുവാണെങ്കിലും മിന്നൽ മുരളിയാണെങ്കിലും ജോജി അതൊക്കെ ഒരു ഡിസേബിളാണ്. തിയേറ്ററിലേക്ക് വന്ന് കാണേണ്ടുന്നൊരു ഡിസേബിളാണ് മൂവി. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇത് വന്നില്ല. എന്തായാലും ഇപ്പോൾ ഇത് വന്നു. ഇനി അടുത്തത് ഇതുപോലെ പുഴുവൊക്കെ വരട്ടെ. പുഴുവൊക്കെ ഒരു ക്ലാസിക്കൽ ഹിറ്റാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ദൃശ്യം 2 വന്നിട്ടുണ്ട്. ദൃശ്യം 2 വരട്ടെ. എന്തായാലും ഏപ്രിൽ 10 ഈ ഒരു അതിശയിപ്പിക്കുന്ന ഈ ക്ലൈമാക്സ് കാണാൻ വീണ്ടും ഞാനും ഉണ്ടാകും, നിങ്ങളുണ്ടാകുന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ, സി യു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, സി യു, ടേക്ക് കെയർ.